ടെക്സസിൽ അറ്റോർണി ജനറൽ സ്ഥാനത്തേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ഇന്ത്യക്കാരെ ലക്ഷ്യം വെച്ച് റിപ്പബ്ലിക്കൻ നേതാവ് രംഗത്ത് വന്നിരിക്കുകയാണ്. അറ്റോർണി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആരോൺ റീഡ്സ് ആണ് രംഗത്ത് എത്തിയിരിക്കുന്നത്. താൻ അറ്റോർണി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ടെക്സസിലെ കൗണ്ടികളെ കൊൽക്കത്തയോ ഡൽഹിയോ ഹൈദരാബാദോ ആക്കി മാറ്റാൻ അനുവദിക്കില്ലെന്നാണ് ആരോൺ റീഡ്സിന്റെ പ്രതികരണം. കൂടാതെ H-1B വിസ ഉപയോഗിച്ചുള്ള വില കുറഞ്ഞ തൊഴിൽ ചൂഷണങ്ങൾ അവസാനിപ്പിക്കുമെന്നും അത്തരം തൊഴിലാളികളെ നിയമിക്കുന്ന കമ്പനികൾക്കെതിരെ നടപടിയെടുക്കുമെന്നും ആരോൺ റീഡ്സ് പറയുന്നു. ആരോൺ റീഡ്സിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ത്യക്കാരുടെ കടന്നുകയറ്റം വളരെ മോശമായതിനാൽ കോളിൻ, ഡാലസ്, ഹാരിസ് കൗണ്ടികൾക്ക് കൊൽക്കത്ത, ഡൽഹി, ഹൈദരാബാദ് കൗണ്ടികൾ എന്ന് പേര് മാറ്റേണ്ടി വന്നേക്കാം. ആഗോള കോർപ്പറേഷനുകൾ നമ്മുടെ അനുകൂലമായ സാമ്പത്തിക സാഹചര്യങ്ങൾ ചൂഷണം ചെയ്യാൻ ടെക്സസിലേക്ക് വരുന്നു, ആരോൺ റീഡ്സ് പറഞ്ഞു. ടെക്സസിലെ ഇന്ത്യൻ അധിനിവേശം എങ്ങനെ നേരിടുമെന്ന ചോദ്യത്തോടാണ് ആരോൺ റീഡ്സിന്റെ ഈ പ്രതികരണം. H-1B വിസ ഉപയോഗിച്ച് നടത്തുന്ന തട്ടിപ്പ് അവസാനിപ്പിക്കണമെന്നും ആരോൺ റീഡ്സ് ആഹ്വാനം ചെയ്തു. അറ്റോർണി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ H-1B വിസ ഉടമകളുടെ എല്ലാ നിയമാനുസൃതമായ രേഖകളെക്കുറിച്ചും വീണ്ടും അന്വേഷിക്കാൻ ട്രംപ് ഭരണകൂടവുമായി സഹകരിക്കും. കൂടുതൽ പേരെ നാടുകടത്തുക, ബാക്കിയുള്ളവരെ സ്വാംശീകരിക്കുക, നമ്മുടെ സംസ്ഥാനത്തോട് കൂറില്ലാത്തവർക്കെതിരെയും നമ്മുടെ രാജ്യത്തെ വെറും ഒരു സാമ്പത്തിക മേഖലയെ കാണുന്ന കോർപ്പറേറ്റുകൾക്കെതിരെയും നടപടിയെടുക്കും. ഇത് US-ലെ ടെക്സസ് ആണ്, ഇന്ത്യയോ പാകിസ്ഥാനോ അല്ലെന്നും ആരോൺ റീഡ്സ് പറയുന്നു. അതേസമയം ആരോൺ റീഡ്സിനെതിരെ ഇന്ത്യൻ സമൂഹം രംഗത്ത് എത്തിയിട്ടുണ്ട്. ആരോൺ റീഡ്സിന്റെ വിദ്വേഷ പ്രചാരണത്തെ ഇന്ത്യൻ അമേരിക്കൻ അഡ്വക്കസി കൗൺസിൽ സ്ഥാപകനായ സിദ്ധാർത്ഥ് വിമർശിച്ചു. ഈ വിദ്വേഷ പ്രചാരണത്തിന് ആരാണ് പണം മുടക്കുന്നതെന്ന് ചോദിച്ച സിദ്ധാർത്ഥ്, ഡാലസ്, കോളിൻ, ഹാരിസ് കൗണ്ടികൾ അഭിവൃദ്ധി പ്രാപിക്കുന്നത് കഴിവുകളും മൂലധനവും നിയമപരമായി വന്നതുകൊണ്ടാണെന്നും ഒരു വംശീയ ഗൂഢാലോചന കൊണ്ടല്ലെന്നും എക്സിൽ കുറിച്ചു. അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം കൂടുതലായി താമസിക്കുന്ന സ്റ്റേറ്റുകളിൽ ഒന്നാണ് ടെക്സസ്. ഡാലസ്, ഫ്രിസ്കോ പോലുള്ള നഗരങ്ങളിൽ ഇന്ത്യൻ അധിനിവേശം നടക്കുന്നതായി മുൻപ് റിപ്പബ്ലിക്കൻ നേതാക്കൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിഷയം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കുന്നത് ആരോൺ റീഡ്സ് ആണ്. ഇനി ടെക്സസിലെ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് നോക്കാം. 2019-23 കാലഘട്ടത്തിലെ കണക്കുകൾ പ്രകാരം ടെക്സസിൽ ഏകദേശം 5,44,641 ഇന്ത്യൻ വംശജർ താമസിക്കുന്നുണ്ട്. ഇത് ടെക്സസിലെ ആകെ ജനസംഖ്യയുടെ 1.8% മാത്രമാണ്. അമേരിക്കയിലെ മൊത്തം ഇന്ത്യൻ ജനസംഖ്യയുടെ 11.2% ടെക്സസിലാണ് താമസിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഡാലസ്, ഫോർട്ട് വർത്ത്, ഹ്യൂസ്റ്റൺ എന്നിവിടങ്ങളിലെ പ്രാന്തപ്രദേശങ്ങളിലാണ് ഇന്ത്യൻ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കോളിനാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വംശജരുള്ള കൗണ്ടി. ഇവിടെ 100,000-ലധികം പേർ താമസിക്കുന്നുണ്ട്. ഇത് കോളിൻ കൗണ്ടിയുടെ ജനസംഖ്യയുടെ 9.24%. ടെക്സസിലെ ആകെ ഇന്ത്യൻ ജനസംഖ്യയുടെ ഏകദേശം 19% കോളിൻ കൗണ്ടിയിലാണ്. ഡാലസ് കൗണ്ടിയിൽ 78,281 ഇന്ത്യൻ വംശജരുണ്ട്. ഇത് അവിടുത്തെ ജനസംഖ്യയുടെ 3.01%. ഹ്യൂസ്റ്റൺ ഉൾക്കൊള്ളുന്ന ഹാരിസ് കൗണ്ടിയിൽ 76,556 ഇന്ത്യൻ വംശജർ താമസിക്കുന്നുണ്ട്. ഇത് അവിടുത്തെ ജനസംഖ്യയുടെ 1.61%. ഹ്യൂസ്റ്റണിന്റെ മറ്റൊരു പ്രാന്തപ്രദേശമായ ഫോർട്ടിയിൽ 73,018 ഇന്ത്യൻ വംശജരുണ്ട്. ഇത് അവിടുത്തെ ജനസംഖ്യയുടെ 8.49%. ഡെന്റൺ കൗണ്ടിയിൽ 45,692 ഇന്ത്യൻ വംശജരുണ്ട്. ഇത് അവിടുത്തെ ജനസംഖ്യയുടെ 4.83%. ഓസ്റ്റിന് ചുറ്റുമുള്ള ട്രാവിസ് കൗണ്ടിയിൽ 37,270 ഇന്ത്യൻ വംശജരുണ്ട്. ഇത് അവിടുത്തെ ജനസംഖ്യയുടെ 2.85%. വില്യംസൺ കൗണ്ടിയിൽ 30,372 ഇന്ത്യൻ വംശജരുണ്ട്. ഇത് അവിടുത്തെ ജനസംഖ്യയുടെ 4.72%.